സുഹൃത്തുക്കളെ, നമ്മൾ പണ്ടൊക്കെ നമ്മൾ റബ്ബറിനെ തുരിശടിക്കുന്നത് ഹെലികോപ്റ്ററിലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേനുള്ള ഡ്രോൺ വഴിയാണ് ഇപ്പം ഈ ഒരു തുരിശടിക്കുന്നത്. അതിന് വ്യത്യസ്തമായ കാഴ്ച എന്ന് കണ്ടു കഴിഞ്ഞാലോ, ഞാനിപ്പം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനലൂരിൽ നിന്ന് മാമ്പഴത്തറയ്ക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു എസ്റ്റേറ്റിൽ ഈ തുരിശടിക്കുന്നുണ്ട്. ആ മനോഹരമായ കാഴ്ച എങ്ങനെയെന്ന് കാണിക്കാം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. മാറിയെന്നോ, അത് അവിടെ വന്ന് ഇറങ്ങുന്നത്. ഇത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഉള്ള ഒരു കമ്പനിയാണ്. എയറോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ റബ്ബറുകൾക്ക് തുരിശടിക്കാൻ വരുന്നത്. ഏക്കർ കണക്കിന് വസ്തുക്കളുള്ളവർക്കാണ് ഈ ഒരു സൗകര്യം. അതായത് നെല്ല്, പിന്നെ മറ്റ് കൃഷികൾ, ഇതിനൊക്കെ തുരിശടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സൗകര്യം ഫലപ്രദമാണ്. വളരെ ചിലവ് കുറഞ്ഞതാണ്. ഇവർക്ക് ഒരു ഹെക്ടർ അടിക്കുന്നതിന് 600 രൂപയാണ് ഇതിൻ്റെ ഫീസ്. പിന്നെ ഇതിൻ്റെ വാടക എന്ന് പറയുന്നത് ഹെലികോപ്റ്ററിനേക്കായിട്ടും വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഡ്രോൺ വഴിയൊക്കെ ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഹെലികോപ്റ്റർ ആകുമ്പോൾ വളരെ ഉയരത്തിലായിരിക്കും അത് പറക്കുന്നത്. പക്ഷേ ഇത് റബ്ബറിൽ നിന്ന് മാക്സിമം 5 മീറ്റർ ഹൈറ്റിലാണ് ഈ തുരിശടിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ റബ്ബറിൻ്റെ ഇലകൾക്കൊക്കെ ഈ തുരിശ് നല്ലോണം കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രോൺ സംവിധാനം ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ഹെലികോപ്റ്റർ ആകുമ്പോൾ ഹെലികോപ്റ്ററിന് വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി അന്ന് ഹെലിപ്പാഡൊക്കെ വേണം. പക്ഷേ ഇതിനങ്ങനെ വേണ്ട. ഇതിന് ചെറിയൊരു സ്ഥലം മതി. ഏതാണ്ട് ഈ കാണുന്നത് പോലെ ചെറിയൊരു സ്ഥലം മതി. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ട എൻ്റെ നമ്പർ ഞാൻ ഇവരുടെ കൊടുക്കാം. അപ്പോൾ ഇവർ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇവരുടെ ഈ സൗകര്യം ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. അതുമാത്രമല്ല, നെല്ലുകൾക്കടിക്കാനും മറ്റ് കൃഷിയിടങ്ങളിൽ അടിക്കാനും ഒക്കെ ഈ ഒരു ഡ്രോൺ സൗകര്യം ഉപയോഗിക്കാം. എന്തായാലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് കൃഷിക്കാർക്കൊക്കെ ഉപകാരപ്പെട്ട്